ഹായ് വിവേഴ്സ്, രേഖ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചുരിദാർ സ്റ്റിച്ചിങ്ങിൻ്റെ 4ാമത്തെ പാർട്ടാണ് ഇന്നിപ്പോൾ കാണിക്കുന്നത്. ഇന്ന് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് എൻ്റെ ബോഡി ഷേപ്പും അടിച്ച് കൈക്കുഴി കറക്റ്റ് ചെയ്യുന്ന ഭാഗമാണ് ഇന്ന് കാണിക്കുന്നത്. അതിനായിട്ട് ആദ്യം ചുരിദാറിൻ്റെ ബാക്ക് പാർട്ടാണ് ഞാൻ ആദ്യം ഇങ്ങനെ നല്ല ഭാഗം ബാക്ക് പാർട്ടിൻ്റെ ഇട്ടിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഫ്രണ്ട് പാർട്ട് ഇതുപോലെ ഇട്ടിട്ട് അതും ഷോൾഡർ രണ്ട് സൈഡും ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. ഷോൾഡർ രണ്ടും അടിച്ചെടുത്തിട്ടുണ്ട്, ഡബിൾ സ്റ്റിച്ചിങ് കൊടുത്തെടുത്തിട്ടുണ്ട്, ഷോൾഡർ എടുത്തിട്ടുണ്ട്. ഇനി ചുരിദാറിൻ്റെ വണ്ണം ആദ്യം ആ ഷേപ്പ് നമുക്ക് വരയ്ക്കാൻ വേണ്ടി ഇതുപോലെ രണ്ടായിട്ട് കഴുത്തിൻ്റെ ഭാഗത്ത് ഇതുപോലെ രണ്ടായിട്ട് മടക്കി ഇങ്ങനെ ഇട്ടിട്ട് എത്രയാണോ നമുക്ക് വണ്ണം വേണ്ടത് ആ വണ്ണം ഇവിടെ അടയാളപ്പെടുത്തുക. ഇപ്പോൾ 20 ഇഞ്ച് 40 ഇഞ്ച് വണ്ണമുള്ള ചുരിദാറാണ് ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ 10 ഇഞ്ച് 4ആയിട്ട് മടക്കിയിട്ടിട്ട് അതിൻ്റെ പകുതി 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പം 45 ആകുമ്പം പകുതി 20 വരേണ്ടത്. അപ്പോൾ അതിൻ്റെയും പകുതി 10 4ആയിട്ടല്ലേ മടക്കിയിട്ടിട്ടുള്ളത്. 10 ഇഞ്ച് അടയാളപ്പെടുത്തി. അത് കഴിഞ്ഞ് ഷേപ്പ് ഷോൾഡറിൽ നിന്നും താഴേക്ക് 14 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് അതിൻ്റെ സ്ലിറ്റിന് മുകളിൽ നിന്നും 21 ഇഞ്ച് 21 ഓരോരുത്തർക്ക് എത്രയാണ് ആവശ്യമെന്ന് വെച്ചാൽ അത്രയും. അവിടെ ഞാൻ ഇപ്പോൾ 21 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ 10 അല്ലേ ഷേപ്പ് മുകളിൽ ചെസ്റ്റ് വണ്ണം ഇവിടെ 10 അടയാളപ്പെടുത്തിയത്. അപ്പോൾ ഇവിടെ ഷേപ്പിൻ്റെ അവിടെ വരുമ്പോഴത്തേക്ക് 1 ഇഞ്ച് കുറച്ച് 1 ഇഞ്ചോ ഒരു 8 വേണ്ട ഒരു 9 ഇഞ്ച് 1 ഇഞ്ച് കുറച്ചിട്ട് 9 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇവിടെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് അതൊക്കെ ഓരോരുത്തർക്കും ഉള്ള വണ്ണം എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ചാണ് എടുക്കേണ്ടത്. എത്രയാണോ നമുക്ക് അതിൻ്റെ റൗണ്ട് കിട്ടുന്നത് അതിൻ്റെ കൂടെ 4 കൂട്ടിയിട്ട് അതിൻ്റെ 4 കണ്ടിട്ടാണ് ഇവിടെയൊക്കെ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ മുകളിൽ 10 ഇഞ്ചല്ലേ നമ്മൾ അടയാളപ്പെടുത്തത്. അപ്പം ഇവിടെ കുറച്ചും കൂടി വണ്ണമുള്ള ആളിലാണെങ്കിൽ 15 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 10.5 ഇഞ്ച് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. 10.5. അതിനുശേഷം ഈ മാർക്കിങ് തമ്മിൽ യോജിപ്പിച്ചെടുക്കുക. ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുക. ഇതുപോലെ യോജിപ്പിച്ചെടുക്കുക. ഒരു മാർക്കിങ് കൊടുത്ത് ഇതേപോലെ തന്നെ മറച്ച് വെച്ചിട്ട് അപ്പുറത്തെ സൈഡിലും ചെയ്തിട്ട് നമുക്ക് ഈ വരച്ചിരിക്കുന്ന ഈ മാർക്കിങ്ങിൽ കൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള അളവ് കിട്ടും. രണ്ട് സൈഡും ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഇതാ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ അതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്ത് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്തോ? ഇവിടെ 21 താഴ്ഭാഗം ഹിപ്പിൻ്റെ അവിടെ 21. ഷേപ്പ് 18. ചെസ്റ്റ് വണ്ണം നമ്മൾ 10 ഇട്ടെങ്കിലും കുറച്ച് കൂടുതൽ വരും. തുണി നമ്മൾ വരച്ചിളക്കുമ്പോൾ കുറച്ച് കൂടുതൽ വരും. ഇത് 21 ഉണ്ട്. ഇനി കൈക്കുഴിയും കൂടെ വെട്ടിയിട്ട് നമുക്ക് വണ്ണം കറക്റ്റ് ചെയ്ത് കൊടുക്കാമേ. എന്നിട്ട് വീണ്ടും ഇതുപോലെ നമ്മൾ ഷേപ്പിന് മടക്കിയിട്ടതുപോലെ തന്നെ വീണ്ടും മടക്കിയിടുക. മടക്കിയിട്ടിട്ട് നമുക്ക് ഷോൾഡർ നമുക്ക് അളവിൽ ചുരിദാറിൽ നിന്ന് എത്രയാണ് ഷോൾഡർ ഉള്ളതെന്ന് വെച്ചാൽ അത്രയും ഷോൾഡർ. ഇപ്പം 3.5 ഇഞ്ച് ഷോൾഡറാണ് എനിക്ക് ആവശ്യമെങ്കിൽ ആ 3.5 ഇഞ്ച് ഷോൾഡർ ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. എന്നിട്ട് എനിക്കൊരു 8 ഇഞ്ച് കൈക്കുഴിയാണ് വേണ്ടത്. വരച്ചിട്ട് ഇങ്ങനെ വെട്ടിക്കൊടുത്താൽ മതി. ഇങ്ങനെ വെട്ടിയതിന് ശേഷം നോക്കണം എത്രയുണ്ടാവും. കറക്റ്റ് 8 ഇഞ്ച്
കറക്റ്റ് 8 ഇഞ്ച് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കൈക്കുഴി. കണ്ട ഒരു ശകലം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുന്നുണ്ട്. അടിതാണ്ട കറക്റ്റ് 8 ഇഞ്ച് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതെന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം കുറച്ച് കൈക്കുഴി നോക്കണം, എത്ര ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം വേണം വെട്ടി ഇറക്കി കൊടുക്കാനായിട്ട്. കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് താഴത്തേക്ക് ഇങ്ങനെ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ചുകൂടി ഇറക്കി ഇങ്ങനെ വെട്ടി കൊടുക്കണം. അപ്പോൾ എന്തായാലും ഇറക്കി പോകാത്ത രീതിക്ക് വേണം വെട്ടിയെടുക്കാൻ. കുറവാണെങ്കിൽ കുറച്ച് ഇറക്കി വെട്ടി കൊടുക്കാൻ കണക്കിന് വെട്ടിയാൽ മതി. അപ്പോൾ കറക്റ്റ് ആയിക്കോളും, വണ്ണം കറക്റ്റ് ആയിക്കോളും. പിന്നെ വണ്ണം കുറച്ച് കൂടുതലായിട്ടെങ്ങാനും ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ശകലം കുറച്ച് സൈഡങ്ങ് അടിച്ചു കൊടുത്താൽ മതി. വണ്ണം 20 അരയുണ്ട്. 20 അര വേണ്ട, 20 എനിക്കിപ്പോൾ 20 മതി കറക്റ്റ്. അതിൻ്റെ അരയിഞ്ച് കിടന്നാലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് തന്നെയാണ് തയ്ക്കുന്നത്, അതുകൊണ്ട് അരയിഞ്ച് കൂടുതൽ കിടന്നാലും കുഴപ്പമില്ല. ഇത് ഇത്രയാണ്. ഇങ്ങനെയാണ് കൈക്കുഴി കറക്റ്റ് ചെയ്തെടുക്കുന്നത്. ബോഡി അടിച്ചതിന് ശേഷമാണ് ബ്ലൗസ് ആയാലും ചുരിദാറിൻ്റെ ആയാലും കൈക്കുഴി ഇങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം വെട്ടുമ്പോൾ കറക്റ്റ് ആയില്ലെങ്കിലും കറക്റ്റിന് വെട്ടിയില്ലെങ്കിലും നമുക്ക് പിന്നീട് ഈ ബോഡിയിൽ ഷേപ്പ് അടിച്ചതിന് ശേഷം നമുക്ക് കൈക്കുഴി കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോസും കൂടി എല്ലാവരും കാണുക. എല്ലാ വീഡിയോസും ഇതിൻ്റെ തന്നെ 4ാമത്തെ പാർട്ടാണ് ഇപ്പോൾ ഈ ചെയ്തത്. ബാക്കി ഫസ്റ്റ് സെക്കൻഡ് തേർഡും കൂടി കയറി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ചുരിദാർ തയ്ക്കാൻ വേണ്ടിയുള്ള അറിവ് വരികയുള്ളൂ. ഇതിന് ബാക്കി ഇന്നെ സ്ലിറ്റ് അടിക്കുന്നത് അടുത്ത വീഡിയോയിലിടാം. എല്ലാവരും വീഡിയോ കണ്ടിട്ട് ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.